അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആട്ടോ പോയിട്ടുണ്ടായിരുന്നു, വേറെ എവിടെയല്ല. പുതുതായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ആർ എ സ്റ്റോറിൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയി, ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന HU ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പോയപ്പോൾ ഞാനും ജസ്റ്റ് കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടുമാറോ ഈവനിങ് ആണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോരോ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകളും ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യണതിൻ്റെ തിക്കും തിരക്കിലാണ് കേട്ടോ ഓരോരുത്തരും. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പോയപ്പോൾ ഞാനും ജസ്റ്റ് പോയി. റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഞാനും ജസ്റ്റ് കൂടെ പോയിട്ടുണ്ടായിരുന്നു. പറ്റാവുന്ന രീതിയിൽ ഞാനും ഹെൽപ്പൊക്കെ ആക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് പ്രോഗ്രാം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടൈം ആയപ്പോൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു റെഡി ആയിക്കോന്ന് പറഞ്ഞിട്ട്. ഞാൻ പോകുമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞപ്പോഴേക്കും വേഗം ഞാൻ റെഡിയായി. ഞാൻ റെഡി ആയിട്ടോ. അങ്ങനെ റെഡിയായി നിൽക്കുന്ന ഇക്കു വന്നു കൂട്ടിയിട്ട് നമ്മളെ കൊണ്ടുപോയി. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതായത് ഈ ഒരു പ്രോഗ്രാം, അതേപോലെ തന്നെ ഓപ്പണിങ് സെറമണിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. നമ്മൾ നാട്ടിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എനിക്ക് വേറിട്ടൊരു എന്താ പറയുക നല്ലൊരു ഇതായിരുന്നേ. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഈ ഒരു മാള് ഞാനിങ്ങനെ ഫുള്ള് കറങ്ങി കണ്ടു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരുപാട് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ്, അറിയുന്നതും അറിയാത്തതായിട്ട് ഒരുപാടുണ്ട്. സോ ഫസ്റ്റ് ഫ്ലോറിലാട്ടോ. ഫസ്റ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ. അത് കഴിഞ്ഞ് നമ്മളുടേത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതായത് ഒരു 2 നിലയായിട്ടാണ് ഈ ഒരു മാള് വരുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ കാണുന്നതിനിടയ്ക്ക് അവിടെ കുറേ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തേതാണേ. അപ്പം ഞാനിങ്ങനെ ഫുള്ള് കറങ്ങി കണ്ട് കഴിഞ്ഞപ്പോഴേക്കൂടെ കുറേ സ്പീച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. السعادة في نفوس المشاركين وأيضا المشتري وأزيدكم أيضا سيكون هناك. അങ്ങനെ സ്പീച്ച് ഏകദേശം കഴിഞ്ഞപ്പോൾ അറബീസിൻ്റെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടായി. അവിടെ ഒരുപാട് വലിയ അറബികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്പീച്ച്, പ്രോഗ്രാം അങ്ങനെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ബട്ട് നല്ല രസമായിരുന്നേ. ഇത് അറബീസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ആണെന്ന് തോന്നുന്നു പാട്ട്, എനിക്കറിയില്ല. അതിനുശേഷം നൈസായിട്ടുള്ളൊരു വയലിംഗ് ഉണ്ടായിരുന്നു ഈ ഒരു ലേഡിയുടെ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, കേട്ടിരുന്ന് പോവും, അത്രയ്ക്ക് അടിപൊളിയായിരുന്നേ. ഇതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമൊന്നുമല്ലേ. അവിടെ ഉണ്ടല്ലോ പിന്നെ ഓരോ പ്രോഗ്രാമുകൾ തീരുന്നതിനനുസരിച്ച് ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ അറബിയാണെന്ന് പറഞ്ഞത്, അതായത് ഷെയ്ഖിൻ്റെ മകനാണെന്നാണ് പറഞ്ഞത്. സോ ആൾ വന്നപ്പോൾ ഭയങ്കര തിക്കും തിരക്കും ആൾക്കാർ ഓടിക്കൂടലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആളിവിടെയുള്ള കൗണ്ടേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ മാള് മുഴുവനും ചുറ്റിക്കറങ്ങാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ലേഡിയുടെ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാവരും ആളെ നോക്കിയൊക്കെയായിരുന്നേ. അതേപോലെ തന്നെ ഇവിടെയുള്ള ഓരോ പ്രൊഡക്റ്റുകൾ ഇവിടുത്തെ ബോസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ആൾ മാള് മുഴുവനും ചുറ്റിക്കറങ്ങി കാണുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മുകളിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് അവരുടെ കൗണ്ടർ വരുന്നത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ. അവരുടെ കയ്യിൽ ക്യാമ്പിങ്ങിൻ്റെ A to Z ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹെയർ ഡ്രയർ, ട്രിമ്മർ, മസാജർ, ഒരുപാട് ടൈപ്പ് ഓഫ് മസാജർ, അതേപോലെ തന്നെ ടോർച്ച്, എയർ ഫ്രയർ, അയൺ ബോക്സ്, പിന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഓരോന്നോരോന്നായി പറയാൻ എനിക്ക് കഴിയുന്നില്ല ഗൈസ്. വാട്ടർ ബോട്ടിൽ, അതേപോലെ തന്നെ നമ്മളുടെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വായിൽ വരുന്നില്ല. ഞാൻ അതൊക്കെ കയറി നോക്കി കണ്ടപ്പോഴേക്കും ഷെയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരും എല്ലാവരുടെയും കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നേ.
അതേപോലെ തന്നെ ഇവിടെ ഫുള്ള് പരിപാടി ആയതുകൊണ്ട് തന്നെ ഫുള്ള് താഴെയൊക്കെ നിറച്ച് ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വൈബായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ താഴെ എല്ലാവർക്കും വന്നവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഞാനും അപ്പോൾ അതൊക്കെ പോയി മേടിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പാക്കി. കാരണം വാങ്ങിച്ചവർ തന്നെ പിന്നെയും വാങ്ങിക്കുന്നുണ്ട്. ഇവിടുന്ന് സാധനം വാങ്ങിയ ബില്ലും കൊണ്ട് പോയാൽ മാത്രമേ അത് കൊടുക്കൂ എന്നാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പിന്നെയും താഴേക്ക് ഇറങ്ങി പിന്നെയും ഫുള്ള് ഓരോന്നൊക്കെ കണ്ടു. അപ്പോൾ കുറേ പിള്ളേരൊക്കെ ഇവിടെ ഓടി വന്ന് ഓരോന്നൊക്കെ എടുത്തിട്ടൊക്കെ പോകുമ്പോൾ സെക്യൂരിറ്റിയൊക്കെ ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രോഗ്രാം തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് അറബികളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടങ്ങനെ നിന്ന് ഒരുപാട് മിസിരീസ് അറബീസൊക്കെ ആയിട്ടോ അവിടെ കൂടുതലുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ വന്നിട്ട് ഇരിപ്പായിട്ടോ. വേറെ ഒന്നിനല്ല, ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. കാരണം എന്നെ റിട്ടേൺ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ആൾക്ക് പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം. കാരണം ഇന്നിവിടെ എന്തെല്ലോ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് തിരിച്ച് വരണമായിരുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണിക് സ്റ്റോർ വരുന്നത് അജ്മാനിലെ തന്നെ ഏറ്റവും വലിയ ഡേ ടു ഡേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് RA സ്റ്റോർ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വീട്ടിൽ പോകുമ്പോൾ കൈ നിറച്ച് ഗിഫ്റ്റ് ആയിട്ടാട്ടോ ഞാൻ പോയത്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഇലക്ട്രോണിക് ഐറ്റംസുകളായിരുന്നു. കേബിള്, വാച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.